ആൻഡ് ജെന്റിൽമാൻ, DC, ദേവദാസ് ആൻഡ് ചന്ദ്ര. കിടിലം പടം മോനെ, ഒരു രക്ഷയില്ലാത്ത അടിപൊളി പടം എന്നല്ലാതെ എനിക്ക് സിനിമയെ പറ്റി വേറൊന്നും പറയാനില്ല. അതിഗംഭീരം. പിന്നെ ഫാമിലി പടമല്ല, ദൈവത്തിനെ വാർത്ത് കുടുംബ പടം എന്ന് പറഞ്ഞ് ഈ സാധനത്തിൽ പോവരുത്. സ്ട്രിക്ട്ലി അഡൽസൊള്ളിയാണ്. സ്ട്രിക്ട്ലി ചീത്തവിളി, റോ ആയിട്ടുള്ള ഫൈറ്റ്, ബ്രൂട്ടൽ സീൻസ്, നമുക്കൊന്നും ഡൈജസ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത സീനുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ട്രിഗർ വാർണിംഗ് ഉണ്ട്, പെൺകുട്ടികൾക്ക് ട്രിഗർ വാർണിംഗ് ആയിട്ടുള്ള പരിപാടികളുണ്ട്. ദിസ് ഈസ് പക്ക അഡൽസൊള്ളി പടം. അതുകൊണ്ട് അങ്ങനത്തെ റോ ആയിട്ടുള്ളൊരു സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ പോയി മസ്റ്റായിട്ടും കാണേണ്ട പടം. ഗംഭീര മേക്കിംഗ്. ലിറ്ററലി എനിക്ക് ഉറപ്പാണ് ഈ ഡയറക്ടറിൻ്റെ ഒരു കയ്യിലൊരു പക്ക മറ്റേ സ്റ്റോറി ബോർഡുണ്ട്. ഏത് ഷോർട്ട് ഡിവിഷനൊക്കെ എൻ്റെ മോനെ ഈ സിനിമയിൽ സ്റ്റൈലിഷ് ഷോട്ടുകളുടെ അയ്യര് കളിയാണ്. അജാതി ഫ്രെയിമിങ്ങും അതേപോലെ അനിരുദ്ധിൻ്റെ മ്യൂസിക്. ആ രാഗ ഓഫ് എന്തൊരു വെഞ്ചൻസാ, എന്തൊരു സാധനമാണ് രാഗ ഓഫ് എന്തൊരു ആ മറ്റേ പാട്ട്, അതൊക്കെ പ്ലേസ് ചെയ്തേക്കണതിൻ്റെയൊക്കെ ഒരു സാധനമാണ്. അത് ആ സീനിൽ ആ പാട്ട് വരുമ്പോൾ കിട്ടണ ഒരു ഗൂസ് ബംസും ഒരു ഹൈ ഒക്കെ ഉണ്ട്. എൻ്റെ അമ്മോ, അടിപൊളി പടം. ലോകേഷ് കനകരാജ് ഇപ്പം എന്താ നമ്മുടെ LCV ഒക്കെ പറഞ്ഞത്, അണ്ണ ഒരു കാര്യം ചെയ്യാൻ സിനിമയിൽ ഇറങ്ങിക്കോ, അഭിനയിക്കാൻ ഇറങ്ങിക്കോ, അണ്ണൻ കൊള്ളാം. ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അരുൺ മാത്യൂസ് വരൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഇയാളെ പഴയ ഒരു പടമുണ്ട് ക്യാപ്റ്റൻ മില്ലർ, ധനുഷ് അഭിനയിച്ചത്. എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും ഈ മനുഷ്യനും അരുൺ രഞ്ജൻ ഇവർ രണ്ടുപേരും. ഇവിടെ മോനെ സ്ക്രീൻ പ്ലേ ആയിക്കോട്ട്, ഇതിൽ ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ സ്റ്റോറിയിൽ. ഓരോരോ സാധനങ്ങൾ എന്തിനാണ് അവിടെ വെച്ചേക്കണതെന്ന് പക്കയായിട്ട് ഡയറക്ടറിന് അറിയാം. മറ്റേ ഇത് എനിക്കൊന്നും പറയാനില്ല. കിടിലം പടം. മേക്കിംഗ് ഒക്കെ അബ്സല്യൂട്ട് ബ്രില്യൻറ്റ്. അതേപോലെ എടുത്ത് പറയേണ്ടതാണ് സ്റ്റോറിയൊക്കെ ഇങ്ങനെ തന്നെ അരുൺ മാത്യൂസ് വരൻ. പിന്നെ ബേസ്ഡ് ഓൺ ദേവദാസ് എന്ന് പറയുന്ന അറിയാമല്ലോ നമ്മുടെ അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കരുത്. അതിൻ്റെ ക്യാരക്ടേഴ്സിനെ അവർ പൊക്കിയിട്ടുണ്ട്, അവരുടെ കുറച്ച് ട്രെയ്റ്റ്സും. സൺ പിക്ചേഴ്സാണ് കേട്ടോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി മുകേഷ് ജി, എഡിറ്റഡ് ബൈ പ്രസന്ന GK. മുകേഷ് ജി ഒരു രക്ഷയില്ല. പിന്നെ മ്യൂസിക് അനിരുദ്ധ്. എടുത്തു പറയേണ്ട വേറൊരു ടീമുണ്ട് കേട്ടോ, വാമിക ഗബ്ബി. ഞാൻ കട്ട ഫാനായടേ പുള്ളിക്കാരിയിലെ. എൻ്റെ അമ്മ, ഈ സിനിമയിൽ പുള്ളിക്കാരി വരണ സീൻ തൊട്ട് പീക്കാണ് പടം. പിന്നെ ഒരു പോക്കുണ്ട് സിനിമ. എൻ്റെ അമ്മ, ഇൻ്റർവെല്ലിൻ്റെയൊക്കെ ഒരു സാധനം ഉണ്ടോ എൻ്റെ അമ്മോ, കിടിലം. മോല ഡ്രാമ, ആക്ഷൻ ഡ്രാമയൊക്കെ കാണാൻ ഉദ്ദേശിക്കുന്നവർക്ക് പോവാം. സർവൈവൽ സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആക്ഷൻ ഒരു രക്ഷയില്ലാത്ത പടം, കിടിലം പടം. മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ചാണ് ഈ പടം. എനിക്ക് ഒരിക്കൽ കൂടെ അറ്റ്മോസിൽ കണ്ടാൽ കൊള്ളാം. ഞാൻ ഇന്ന് എൻ്റെതൊരു 7.1 ഉള്ളൊരു സാധനമാണ്, പക്ഷേ അറ്റ്മോസിൽ കാണണമെന്നുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഫ്രെയിമൊക്കെ അത്യാവശ്യം ജില്ലായിട്ട് കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. കിടിലം പടോടെ ഒരുപാടുണ്ട്. നമ്മുടെ ഇതിൽ അഭിനയിച്ചേക്കണ എന്തൊരു കിറ്റി, കറുപ്പ്, അതേപോലെ സെബാസ്റ്റ്യൻ, ഇവരൊക്കെ ഉണ്ടല്ലോ അടിപൊളി. ഇവരെയൊക്കെ ഇതൊക്കെ സിനിമയുടെ പേരുകളാണ്. ഇവരൊക്കെ ആക്ടേഴ്സിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല. എല്ലാം ഉണ്ട് ഇതിൽ. വില്ല ഒരുത്തമുണ്ട്. ഇത് വില്ല ഞാൻ ഇതിൽ വളരെ തിൻ ലൈനാണ് ഈ സിനിമ. അതായത് നമ്മൾ ഇമോഷണലി കണക്റ്റ് ആവുന്നത് ഈ പോലീസുകാരന്മാരുടേതല്ല, ഇപ്പുറത്തേക്കുന്നവരുതാ. അതാ പറഞ്ഞ ഈ പടം വേറെ ലെവലിലാണ് എടുത്തു വെച്ചേക്കുന്നത്. അതാ ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് ആണ് കേട്ടോ ഈ സിനിമയുടെ ഡയറക്ടർ. പിന്നെ ഞാൻ എനിക്കൊന്ന് ലോകേഷും കുറച്ചൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. കുറേ ബാക്ക് ഷോട്ടുകളുണ്ട് ഈ സിനിമയിൽ. അതൊക്കെ ചില ഷോട്ടുകളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് ലോകേഷ് കൈവച്ചാണോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകും. എനിക്ക് ഉറപ്പാണ് ലോകേഷിൻ്റെതായ കുറേ ഇൻപുട്ട് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതൊക്കെ ഈ ചില സാധനമൊക്കെ ഇട്ട് പൊന്നു സ്ലോ മോഷനൊക്കെ ഉണ്ടല്ലോ. ഒരു AK-47 റീലോഡൊക്കെ ചെയ്യണൊക്കെ ഒരു സാധനമൊക്കെ ഉണ്ട്. പൊന്നു മോനെ, എനിക്കൊന്നും കൂടെ കാണണം ഇപ്പോൾ. ഞാൻ ഇപ്പോഴും ആ പടത്തിൻ്റെ ഹാങ് ഓവർ ഇരിക്കണം. എന്ത് രസമായിട്ടാണ് ക്യാരക്ടേഴ്സിനെ അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിൽ ഇൻ്റർവെല്ലൊരു മാഡ്നസ് എന്ന് വെച്ചൊരു സാധനം കാണിക്കും.
അത് എന്താണെന്ന സെക്കൻഡ് ഹാഫിൽ നമുക്ക് മനസ്സിലാവും. അയ്യോ എൻ്റെ അമ്മോ, കിടിലം പടം അവിടെ. DC ഒരു രക്ഷയില്ല. അനിരുദ്ധിൻ്റെ പെടപ്പിക്കലുണ്ടല്ലേ ഈ പടത്തിൽ. ഓ, മറ്റേ വേടൻ്റെ പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ പ്ലേസ് ചെയ്തേക്കണ അതാ സീനിൽ ആ പാട്ട് വരുമ്പം കിട്ടണ ഒരു ഫീലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. ഗംഭീര പടം. ഞാൻ പിന്നെ എടുത്ത് പറയണത് ഇതൊരു ഫാമിലി പടമല്ല, ഇത് വളരെ റോ ആക്ഷൻ, ബ്രൂട്ടൽ ആക്ഷൻ, ഇത്തിരി ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു ആക്ഷൻ പടമാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്കും അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരും മാത്രം പോകുക. അല്ലാതെ മറ്റേ ഈ കോമഡി മാസ് മസാലയും മറ്റേ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടൊന്നും അങ്ങോട്ട് പോയിട്ട് എന്തരടെ ഈ പടത്തിനാണോ നീ ഹൈപ്പ് ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരല്ലേ. പക്ക ഒരു മാസ് ആക്ഷൻ ഡ്രാമ പ്രതീക്ഷിച്ചു പോയ ട്രീറ്റാണ് ഈ സിനിമ. ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തിയേറ്ററിൽ ഒരു സീനിലൊക്കെ ഞാൻ ഇരുന്ന് വിസിലടിയും ബഹളമൊക്കെ ആയിരുന്നു അവിടെ. കിടിലം പടം. ലവ്ഡ് ഇറ്റ്. എനിക്ക് വളരെ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട തിയേറ്ററിൽ ആൾക്കാരില്ലായിരുന്നു, ആകെ കുറച്ച് പേരെ ഉള്ളായിരുന്നുള്ളൂ. അവർ ഉള്ളവർ തന്നെ മറ്റേ വടി പോലെയാണ് ഇരുന്നത്. ഓ, ഇതൊക്കെ മറ്റേ ആഘോഷിക്കേണ്ട പടമാണ് കേട്ടോ. അയ്യോ, ചില സീനൊക്കെ ഒരു രക്ഷയില്ലടേ. ലോകേഷ് പൊളിച്ചടുക്കി. ലോകേഷും ഭാമികയും. ഭാമിക മാൻ, വാട്ട് ആൻ ആക്ടർ. കിടിലം, ഒന്നും പറയാനില്ല. എവ്രി വൺ ഈ പടത്തിൽ അഭിനയിച്ച ഈച്ച് ആൻഡ് എവരി സോൾ. അതിൽ എടുത്തു പറയേണ്ടത് ഭാമികയും യവനും തന്നെ, ലോകേഷും. കിടിലം പടം. എനിക്ക് വേറെ ഒന്നും ഈ സിനിമയെ പറ്റി പറയാനില്ല. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം പറയുക. ഞാൻ ഇപ്പോഴും ഒന്നും കൂടെ എടുത്ത് പറയാണ്, മറ്റേ വേറെ മറ്റേ റോക്കി ബൈയുടെ പെടപ്പത്തം കാണണം അങ്ങനത്തെയൊക്കെ ഒരു മാസ് പരിപാടിയും കൊണ്ട് അങ്ങോട്ട് പോകരുത്. ഇതൊരു വേറെ ലെവൽ മാസ്, ഇതൊരു വേറെ ലെവൽ കിണ്ണം കാച്ചി പടം. എനിക്ക് ഒന്നും കൂടെ കാണണോടെ. എനിക്കിത് അറ്റ്മോസ്ഫിയറിൽ കാണണം. ആ പെടപ്പീരിലുണ്ടല്ലോ, എനിക്ക് അത് അറ്റ്മോസ്ഫിയറും നല്ല ജിൽ ഓഡിയൻസിൻ്റെയും കൂടെയൊക്കെ ഇത് പടം കാണാൻ പറ്റിയുണ്ടല്ലോ. അണ്ണൻ വേറെ ലെവൽ ചേട്ടാ. ഇങ്ങനെ അരുൺ മാത്യു സർ ഉറപ്പാണ് അണ്ണൻ്റെ കയ്യിലൊരു പക്ക സ്റ്റോറി ബോർഡ് വിത്ത് പ്രോപ്പർ സ്ക്രീൻ ഡിവിഷൻ, ഷോർട്ട് ഡിവിഷൻ, പക്ക ഷോർട്ട് ഡിവിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ വിഷൻ അതുപോലെ അയാൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ, ഏത് ഷോട്ട്, എങ്ങനത്തെ ഷോട്ട്. ഈ കിടിലം പടം, കിടിലം പടം എന്നല്ല, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയണേടേ, ഫാമിലി ഓഡിയൻസ് മറ്റേ മാസ് മസാല എന്നും പ്ലീസ് അങ്ങനത്തെ ഉള്ളവർ തിയേറ്ററിൻ്റെ സൈഡിൽ പോലും പോവരുത്. നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയണം, ബ്രൂട്ടൽ ഫൈറ്റ്സും റോ പെർഫോമൻസും പൂര തെറിവിളിയാണ് ഈ പടത്തിൽ, പൂര തെറിവിളി. അങ്ങനത്തെ പടം ചിന്തിക്കുന്നവർ മാത്രം പോവുക, അല്ലാതെ മറ്റേ ഫാമിലി എൻ്റർടൈനിങ്ങും അതൊന്നും അല്ല, പക്ക മറ്റേ മാസ് മസാലയും അല്ല. ദിസ് ഈസ് ക്ലാസ് ആക്ഷൻ ഡ്രാമ വിത്ത് കിടിലം സ്ക്രീൻ പ്ലേ. കിടിലം പടം, കിടിലം പടം.